കുമാരനാശാൻ 1873 കുമാരനാശാൻ ജനിച്ചത് എവിടെ? തിരുവനന്തപുരം ജില്ലയിലെ കായിക്കരയിൽ. കുമാരനാശാൻ ജനിച്ച തറവാടിൻ്റെ പേരെന്തായിരുന്നു? തൊമ്മൻ വിളാക്കാത്ത് വീട്. വിദ്യാർത്ഥിയായിരിക്കെ കുമാരനാശാൻ രചിച്ച നാടകങ്ങൾ ഏവ? വള്ളി വിവാഹം, ഉഷാ കല്യാണം. കുമാരനാശാൻ്റെ സ്വാഗതപഞ്ചകം എന്ന കൃതിയിൽ പരാമർശിക്കപ്പെടുന്ന മഹാവ്യക്തി ആരാണ്? രവീന്ദ്രനാഥ ടാഗോർ. ഈഴവരുടെ ഗസറ്റ് എന്നറിയപ്പെട്ട ഏതു പത്രത്തിൻ്റെ പത്രാധിപ സ്ഥാനമാണ് 13 വർഷത്തിലധികം കുമാരനാശാൻ അലങ്കരിച്ചത്? വിവേകോദയം. 1903 രൂപവൽക്കരിക്കപ്പെട്ട SNDP യോഗത്തിൻ്റെ പ്രഥമ ജനറൽ സെക്രട്ടറി ആരായിരുന്നു? കുമാരനാശാൻ. കൊൽക്കത്തയിൽ പഠിക്കുന്ന കാലയളവിൽ കേരളത്തിലെ പത്രങ്ങളിൽ ഒരു വംഗദേശീയൻ എന്ന പേരിൽ ലേഖനങ്ങൾ എഴുതിയത് ആരാണ്? കുമാരനാശാൻ. 1900-നും 1903-നും ഇടയ്ക്ക് അരുവിപ്പുറത്ത് വെച്ച് ആശാൻ രചിച്ച നാടകങ്ങൾ ഏവ? മൃത്യുഞ്ജയം, വിചിത്ര വിജയം. 1907 കുമാരനാശാൻ്റെ വീണപൂവ് എന്ന കൃതി ആദ്യമായി പ്രസിദ്ധീകരിച്ച പത്രമേതാണ്? മിതവാദി. പാലക്കാട്ടെ ജൈനമേട്ടിൽ വെച്ച് ആശാൻ രചിച്ച കൃതിയേത്? വീണപൂവ്. തിരുവനന്തപുരം മൃഗശാലയിൽ പ്രസവിച്ച സിംഹത്തെപ്പറ്റി കുമാരനാശാൻ രചിച്ച കാവ്യമേത്? ഒരു സിംഹപ്രസവം. ശ്രീനാരായണ ഗുരുവിനെ ഉഗ്രവ്രതൻ മുനിയും SNDP യോഗത്തെ വൃക്ഷമായും സ്വയം കുയിലായും സങ്കല്പിച്ച് ആശാൻ രചിച്ച കാവ്യമേതാണ്? ഗ്രാമവൃക്ഷത്തിലെ കുയിൽ. കുമാരനാശാൻ്റെ നേതൃത്വത്തിൽ ഓട്ടുകമ്പനി സ്ഥാപിക്കപ്പെട്ടത് എവിടെയാണ്? ആലുവായ്ക്കടുത്ത്. എൻ്റെ മറ്റു കാവ്യങ്ങൾ വിസ്മൃതമായാലും ഈ കൃതി നിലനിൽക്കും എന്ന് കുമാരനാശാൻ വിശേഷിപ്പിച്ച കൃതി ഏതാണ്? ചിന്താവിഷ്ടയായ സീത. 1920 കുമാരനാശാൻ രചിച്ച പരിവർത്തനം എന്ന കവിത കേരളത്തിലെ ഏതു നവോത്ഥാന നായകനെ പറ്റിയുള്ളതാണ്? സഹോദരൻ അയ്യപ്പൻ. മാറ്റുവിൻ ചട്ടങ്ങളെ എന്ന് ആഹ്വാനം ചെയ്ത ആശാൻ്റെ കൃതി ഏതാണ്? ദുരവസ്ഥ. കുമാരനാശാൻ്റെ അവസാനത്തെ കാവ്യം ഏതായിരുന്നു? കരുണ. ഡോക്ടർ പോൾ കാറാസിൻ്റെ ബുദ്ധൻ്റെ സുവിശേഷം എന്ന കൃതിയിൽ നിന്നും ആശയം ഉൾക്കൊണ്ടുകൊണ്ട് കുമാരനാശാൻ രചിച്ച കൃതിയേത്? കരുണ. വഞ്ചിപ്പാട്ടു രീതിയിൽ രചിക്കപ്പെട്ട കുമാരനാശാൻ്റെ കാവ്യമേതാണ്? കരുണ. സ്തോഭങ്ങളുടെ ശില്പി എന്ന് നിരൂപകർ വിശേഷിപ്പിച്ച കവിയാരാണ്? കുമാരനാശാൻ. മഹാകാവ്യങ്ങൾ ഒന്നും രചിക്കാതെ തന്നെ മഹാകവി എന്ന ബിരുദം മലയാളത്തിൽ ലഭിച്ചത് ആർക്കാണ്? കുമാരനാശാന്. 1922 കുമാരനാശാന് മഹാകവി ബിരുദം നൽകിയ സ്ഥാപനം ഏതാണ്? മദ്രാസ് സർവകലാശാല. കുമാരനാശാന് വെയിൽസ് രാജകുമാരനിൽ നിന്നും പട്ടും വളയും ലഭിച്ച വർഷം ഏതാണ്? 1922. AR രാജരാജവർമ്മയുടെ നിര്യാണത്തിൽ അനുശോചിച്ച് കുമാരനാശാൻ രചിച്ച കാവ്യം ഏതാണ്? പ്രരോദനം. അല്ലെങ്കിൽ ഒരു സ്നേഹം എന്നുകൂടി അറിയപ്പെടുന്ന കുമാരനാശാൻ്റെ കാവ്യമേതാണ്? പ്രരോദനം. നളിനി. മാംസനിബിദ്ധമല്ല രാഗം എന്നുദ്ഘോഷിച്ച കുമാരനാശാൻ്റെ കാവ്യമേത്? ലീല. പല്ലനയാറ്റിലുണ്ടായ റെഡിമീർ
ബോട്ടപകടത്തിൽ കുമാരനാശാൻ അന്തരിച്ച വർഷമേത്? 1924.